എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചു. കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങൾ എസ്.ഐ.ടി അന്വേഷിച്ചില്ലെന്നും നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്നും സഹോദരൻ പ്രവീൺ ബാബു മീഡിയ വണ്ണോട് പറഞ്ഞു. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. പ്രോസിക്യൂഷന്റെ നിലപാടും കോടതി തേടിയിട്ടുണ്ട്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോർട്ടിൽ കണ്ണൂർ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നും എസ്.ഐ.ടി അന്വേഷിച്ചിട്ടില്ല, അതെല്ലാം വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, തുടക്കം മുതൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ തന്നെ കുടുംബത്തിന് വലിയ പരാതികളുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരായിരുന്നില്ല. കോടതിയും അക്കാര്യം ബോധിപ്പിച്ചതാണ്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോരായ്മകളാണ്, പിഴവുകളാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്? നേരത്തെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളുടെ ബാക്കിപത്രം എന്ന നിലയ്ക്ക് വേണം നമുക്ക് ഈ പുതിയ ഹർജിയെ കാണാൻ. അതായത് നിലവിൽ ഇപ്പോൾ ഒരു കുറ്റപത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുറ്റപത്രത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് എന്നാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. അതായത് ആ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഭൂരിഭാഗവും നവീൻ ബാബുവിന് എതിരാണ്. കളക്ടറുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. അതുകൊണ്ട് മാത്രമല്ല, നിലവിൽ ഈ കേസിൽ ഇല്ലാതിരുന്ന നിരവധിയായ സാക്ഷികൾ ഈ കേസിൽ പി.സി. ദിവ്യയ്ക്ക് അനുകൂലമായ തരത്തിൽ സാക്ഷി പറയുന്ന തരത്തിൽ ഈ കുറ്റപത്രത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വീണ്ടും അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ഈ കേസ് കോടതി പരിഗണിച്ചിരുന്നു. കോടതി പരിഗണിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി നവീൻ ബാബുവിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് സജിത ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് എന്താണെന്ന് കോടതി ആരാഞ്ഞിട്ടുണ്ട്. കേസ് ഈ മാസം 16-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷെ ഇതിൽ പുനരന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തുടരന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രോസിക്യൂഷന്റെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അത് പ്രധാനമാണ്. അതിനുശേഷം അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് കോടതി പോവുക. മാത്രമല്ല, ഈ കേസ് നിലവിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിലാണുള്ളത്. അത് അവിടെ നിന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയായിരുന്നു. അത് ഇന്ന് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കുടുംബം ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. ഇനി ഈ ഹർജിയിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും കോടതി കേസ് പരിഗണിക്കുക. ശരി സുനിൽ, എസ്.ഐ.ടി അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങളെക്കുറിച്ചൊന്നും അവർ അന്വേഷിച്ചിരുന്നില്ല എന്നുമാണ് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പ്രതികരിച്ചത്. മീഡിയ വണ്ണോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോർട്ടിൽ കണ്ണൂർ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നും എസ്.ഐ.ടി അന്വേഷിച്ചിട്ടില്ല, അതെല്ലാം വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ്.